ഇന്ന് രാവിലെ നമ്മൾ ലുസേൺ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ലൂട്ടർബ്രോണൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം ഇപ്പോൾ 8 ആയി, നമ്മളൊരു 9 ആകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചെക്കൗട്ടൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളൊരു 9 ഒക്കെ ആയപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം 9 ആയി, നമുക്ക് ഇവിടുന്ന് 1.5 മണിക്കൂറുള്ള യാത്ര. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ലൗട്ടർബ്രൂണും പോയിട്ട് പിന്നെ ഗ്രിൻഡർവാൾഡിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഒരു ട്രെയിൻ ജേർണി എടുക്കണം എന്ന് വിചാരിക്കും ഗ്രിൻഡർവാൾഡിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർലാക്കനിൽ ടൈം ഉണ്ടെങ്കിൽ പോകണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കല്ലെങ്കിൽ നമ്മൾ നാളെ ഇൻ്റർലാക്കനിൽ പോകും. ഇവിടുന്നുള്ള നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള സൈഡ് സീയിങ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ വാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അത്രയ്ക്ക് രസമാണ് കാണാൻ. എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കുറേയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈ ലുസേണിൽ നിന്ന് നമ്മൾ ലൗട്ടർബ്രൂണൻ പോകുന്ന ആ ഒരു റോഡിൻ്റെ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഈ ക്യാമറയിൽ അത്ര ആ ഒരു ഭംഗി പകർത്താൻ പറ്റുന്നില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഏതോ ഒരു ഹെവണിലാണെന്നുള്ളൊരു ഫീലാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇത് ഹെവണാണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ സ്വിറ്റ്സർലൻഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ഇവിടെ വന്നപ്പം, എന്താ പറയുക, ആ ഒരു ഇമോഷൻസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഹാപ്പിനെസ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്, ഓൾസോ ടു മൈ പേരൻസ്. എന്നെപ്പോലെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നമ്മൾ പോകുന്ന ആ റൂട്ടിൽ കുറേ ടണൽസ് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ പോവുക. അതിലൊരു ടണൽ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അതിൽ എത്ര ടണൽസ് ഉണ്ടെന്ന് ഞാൻ കൗണ്ട് ചെയ്തില്ല. പക്ഷേ കുറേ ടണൽസ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ എത്തുക. അതേപോലെ ഒത്തിരി കേർവ്സ് ഉള്ള റോഡാണ് കേട്ടോ. അതേപോലെ നമ്മൾ മൗണ്ടൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കയറ്റവും കേർവ്സും ഒക്കെ ഒരുപാടുള്ള റോഡ്സാണ്. ഇവിടുത്തെ നേച്ചറിനാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടി. അത്രയും ഗ്രീനറി ആയിട്ട് നിൽക്കുവാണ്. എവിടെ നോക്കിയാലും നമുക്ക് ആ ഗ്രീനറി കാണാൻ പറ്റും. ഭയങ്കര പിക്ചറിസ്റ്റ് ബ്യൂട്ടിയാണ്. അതേ കണക്ക് നല്ല വെതറുമാണ് കേട്ടോ. 20 ഡിഗ്രി ഉണ്ട് ഇന്ന്. അപ്പോൾ അടിപൊളി വെതറുമാണ്. അങ്ങനെ നമ്മൾ ലൗട്ടർബ്രൂണിന് എത്തി കേട്ടോ. അപ്പോൾ നമുക്കിനിയും കാറ് പാർക്ക് ചെയ്യണം. മാപ്പിൽ കുറേ പാർക്കിംഗ് ഏരിയ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലെവിടെയെങ്കിലും നമുക്കൊന്ന് പാർക്ക് ചെയ്യണം. ഇതാണ് കേട്ടോ ലൗട്ടർബ്രൂണൻ. നമ്മളിവിടെ പാർക്കിംഗ് ഏരിയ നോക്കുവാണ്. അപ്പോൾ നമുക്ക് ആ പോകുന്ന റോഡിൽ തന്നെ നമുക്ക് ആ ഒരു വാട്ടർഫോൾസ് ഒക്കെ കാണാം ലൗട്ടർബ്രൂണനുള്ള. ഈ വാട്ടർഫോൾസിൻ്റെ പേര് സ്റ്റൗബാക്ക് വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ. ലൗട്ടർബ്രൂണൻ ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഈ മൗണ്ടൻ ഇങ്ങനെ സൈഡിലും ആ അത്രയും ഹൈറ്റിൽ നിന്ന് ആ വെള്ളം വീഴുന്ന ആ ഒരു വ്യൂവും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ വെള്ളം തന്നെ ആ വീഴുന്നത് തന്നെ ഭയങ്കര ഭംഗിയാണ്. എനിക്കൊന്ന് ഹൈറ്റിൽ നിന്ന് വീഴുന്നതുകൊണ്ടാവണം. എനിക്ക് ആ വീഡിയോ നോക്കുമ്പോൾ കാണാം. അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ലൗട്ടർബ്രൂണൻ. അപ്പോൾ ഞാൻ ഭയങ്കര റെക്കമെൻഡ് ചെയ്യുന്ന പ്ലേസാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ വരുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ലൗട്ടർബ്രൂണൻ. അപ്പോൾ ഈ വാട്ടർഫോൾസിന് അടുത്ത് തന്നെ നമുക്ക് കുറച്ച് ഹോട്ടൽസും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് നല്ലൊരു വ്യൂ ആയിരിക്കും. ഒരു വാട്ടർഫോൾസും മൗണ്ടിൻ്റെ ഒക്കെ വ്യൂ അടിപൊളിയായിരിക്കും. നല്ല ക്രൗഡഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഇത്രയും ടൂറിസ്റ്റ് വരുന്ന പ്ലേസ് ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും ക്രൗഡുണ്ട് ആ വാട്ടർഫോൾസിൻ്റെ അടുത്തായിട്ടൊക്കെ. ഞങ്ങൾ 2 പാർക്കിംഗ് പോയിട്ടോ. 2 ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളിനി അടുത്തത് പാർക്കിംഗ് നോക്കുവാണ്. ഇവിടെ കുറേ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ മിക്കയിടവും ഫുള്ളാണ്. ഇത് കണ്ടോ ട്രാക്ടേഴ്സ്. ഈ ട്രാക്ടേഴ്സിലാണ് കേട്ടോ കൗഡങ് കൊണ്ടുപോവാണ്. ഇവിടെ എവിടെ നോക്കിയാലും കുറേ പശുക്കൾ മെഡോസിൽ ഇങ്ങനെ പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന കാണാം കേട്ടോ. നല്ല രസമാണ് പശുക്കളെ കാണാൻ. ഞാൻ വീഡിയോസ് എടുത്തിട്ടിടാം. ഈ പശുക്കളുടെ എല്ലാം കഴുത്തിൽ ഇങ്ങനെ ബെല്ല് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. ഞങ്ങളിങ്ങനെ പാർക്കിംഗ് തപ്പുവാണ് കേട്ടോ. പക്ഷേ
നമ്മളിങ്ങനെ പാർക്കിംഗ് നോക്കി ചുമ്മാ ഉള്ളിലോട്ടൊക്കെ പോയപ്പോഴും അവിടെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പം നമ്മൾ എത്ര വഴി തെറ്റിപ്പോയാലും ഇവിടെ എവിടെ പോയാലും നമുക്ക് നല്ല നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള പ്ലേസസ് കാണാൻ പറ്റും. ഇതാ ഇവിടെ കുറേ സൈഡിൽ കുറേ പശുക്കളെ കാണാം കേട്ടോ, പുല്ല് നിന്നത്. നമ്മൾ ഒരു റൗണ്ട് അടിച്ചിട്ട് ഒന്നുകൂടെ വരുവാണ് കേട്ടോ, നമുക്ക് വീണ്ടും പാർക്കിംഗ് കിട്ടുമോ എന്നറിയാൻ. അപ്പം അവിടെയുള്ള പാർക്കിങ്ങിലെല്ലാം ഒന്നുകൂടെ ഒന്ന് പോയി നോക്കുവാണ്. അങ്ങനെ നമുക്ക് ഒടുവിലൊരു പാർക്കിംഗ് ശരിയായി. എന്നിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുവാണ്. നമുക്കിനിയും ആ ലൗട്ടർബ്രൂണിന് ആ വാട്ടർഫോൾസ് നമുക്ക് അടുത്ത് പോയി കാണാം. നോ, താഴെ അല്ലടാ. I didn't see the waterfalls. Did you guys already see how it looks like? No, those are the waterfalls, right? Oh my god. It looks so beautiful. It's so high. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അതിനടുത്തോട്ട് നടക്കുവാണ് കേട്ടോ. ഇതാണ് ആ അടുത്തുള്ള വ്യൂ. അപ്പോൾ ഇങ്ങനെ ആ വെള്ളം വീഴുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് നമുക്ക് തോന്നും. അത്ര ഹൈറ്റിൽ നിന്നായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീല് വരുന്നത്. ഇവിടെ ചേർന്ന് തന്നെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. അവിടെയാണ് ബെല്ലടിക്കുന്നത് കേൾക്കുന്നത്. ഹൈറ്റ് നിൽക്കുന്ന ബിൽഡിംഗ് ആണ് ചർച്ച്. ഏകദേശം 974 ഫീറ്റ് ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളം വീഴുന്നത് താഴോട്ട്. എനിക്ക് ലൗട്ടർബ്രൂണും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പ്ലേസ്. ഇന്നലെ നമ്മൾ ലുസേണിലൊക്കെ പോയപ്പം അവിടെ ലേക്കും ഒക്കെ ആയിട്ട് വേറൊരു ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ അതിനേക്കാൾ ഭംഗി എനിക്ക് ലൗട്ടർബ്രൂണിന് തോന്നി. കാരണം ഈ മൗണ്ടൻസും വാട്ടർഫോൾസും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര പിക്ചറിസ്ക് ബ്യൂട്ടിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഗ്രീനറിയും എല്ലാം വരുമ്പം ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. പാലാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ലൗട്ടർബ്രൂണിൻ്റെ തൊട്ടപ്പുറത്തൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്ന് കുറച്ച് ഒറിജിനൽ പാല് എന്ത് ടേസ്റ്റാണെന്ന് അറിയോ. നമുക്കിങ്ങനെ പച്ചയായിട്ട് പാല് കുടിക്കാൻ ഭയങ്കര പാടല്ല, പക്ഷെ ഇത് സൂപ്പർ ടേസ്റ്റ് അല്ലേ. ആമിയുടെ പാല് ഞാൻ വാങ്ങിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് പാല് മാത്രമായിട്ട് കുടിക്കാൻ അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ആമിയുടെ അടുത്ത് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു. സൂപ്പർ ടേസ്റ്റ്. എനിക്കത് കുടിച്ചിട്ട് ഇഷ്ടമായിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ആ ഷോപ്പിൽ പോയി കേട്ടോ എനിക്ക് വാങ്ങാനായിട്ട്. ഞാൻ വാങ്ങിയില്ലായിരുന്നു. അങ്ങനെ മിൽക്ക് ഷേക്ക് അവിടെ നിന്ന് മേടിച്ച് കുടിച്ചു. അപ്പോൾ ഇവിടുത്തെ പശുവിൻ്റെ പാൽ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി എനിക്ക്. ആ ഹൈറ്റിൽ നിൽക്കുന്ന ആ ബിൽഡിങ്ങാണ് കേട്ടോ ചർച്ച്. അത് ഭയങ്കര ഓൾഡായിട്ടുള്ള ചർച്ചാണ്. 1487 ബിൽഡ് ചെയ്ത ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ വാട്ടർഫോൾസ് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ ചർച്ചിൻ്റെ ബാക്ക് സൈഡ് ഈ വാട്ടർഫോൾസ് വീഴുന്നത് കാണുമ്പം അത് ഭയങ്കര ഒരു വ്യൂ ആണ്. ഇതാ ഇവിടെ കുറച്ച് ആടുകൾ നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ കഴുത്തിലും ബെല്ല് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ബെല്ലിൻ്റെ ഒച്ച കേൾക്കാം. ആ വാട്ടർഫോൾസിന് താഴെയായിട്ട് കുറേ പശുക്കളെ കാണാം കേട്ടോ. കുറേ പശുക്കളിങ്ങനെ പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോഴത്തേനും ലഞ്ച് ടൈമായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത നമ്മൾ ട്രെയിൻ ട്രിപ്പ് പോവുകയാണ്. അങ്ങനെ നമ്മൾ ട്രെയിനിന് ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു സർപ്രൈസ് ഉണ്ടായത്. ഒരാൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് അയാൾ ട്രെയിനിൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ഫോർ ടിക്കറ്റ്സ് എന്തോ ഉണ്ട് കയ്യിൽ. ഫ്രണ്ട്സൊക്കെ കൂടെ ആണെന്ന് തോന്നുന്നു പോയിട്ട് വന്നത്. അപ്പോൾ പുള്ളി നമുക്ക് ആ ടിക്കറ്റ്സ് തന്നു. ഈ ടിക്കറ്റ്സിന് നെക്സ്റ്റ് ഡേ വരെ വാലിഡിറ്റി ഉണ്ട്. അപ്പം പുള്ളി അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് കൂടി തന്നു. എമൗണ്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞപ്പം പുള്ളി അത് വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ടിക്കറ്റ്സ് ഫ്രീ ആയിട്ട് തന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രെയിൻ കയറാനായിട്ട് വന്നതാണ് കേട്ടോ. വെങ്കൻ പോവാണ്. നമുക്ക് ട്രെയിൻ സ്റ്റേഷനിൽ വന്നതാണ്. ഇതാണ് കേട്ടോ ട്രെയിൻ സ്റ്റേഷൻ. ഇങ്ങനത്തെ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. നമ്മൾ ഓടി ട്രെയിനിൽ കയറി കേട്ടോ വെങ്കനിലോട്ടുള്ള. നമുക്കിവിടെ നിന്ന് 2-3 സ്റ്റോപ്സേ ഉള്ളൂ കേട്ടോ വെങ്കനിലോട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ വെങ്കൻ എത്തും. ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ. വെങ്കനിലോട്ട് പോവാണ്.
നമ്മളിവിടുന്ന് ലൗട്ടർ ബ്രൂണിൽ ബെങ്കലിലോട്ടുള്ള ട്രെയിൻ ട്രിപ്പിൽ നമുക്ക് ആ ഒരു സൈറ്റ് സീയിങ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ വാട്ടർഫോൾസും ഈ ആൽപ്സ് മൗണ്ടനും ഗ്രീനറിയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ വെങ്കലിലെത്തി. അപ്പോൾ നമ്മൾ വെങ്കലിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ലൗട്ടർ ബ്രൂണിലെത്തും. കാരണം നമ്മൾ ലൗട്ടർ ബ്രൂണിലാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. കേട്ടോ വെങ്കൻ, നമ്മളിവിടെ വെങ്കൻ ഇറങ്ങി. ഇനി നമുക്കിവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാം. ഇനി നമുക്കിവിടെ വെങ്കനിലുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാം. ചെറിയൊരു വില്ലേജാണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന ട്രെയിൻ ഇതാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇനിയും പോകുന്നത് ഗിൻഡർവാൾഡാണ് കേട്ടോ. നാളെ നമ്മൾ ബ്രെയിൻസിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ബ്രെയിൻസിൽ ഇൻ്റർലാക്കിന് നാളെ പോയി, ഇന്ന് ഗിൻഡർവാൾഡ് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ബാക്കിലുള്ള വ്യൂസ് ഇതാണ് കേട്ടോ. സൂപ്പർ അല്ലേ? മൊത്തം പക്ഷെ ഇന്ന് നല്ല വെതറാണ് കേട്ടോ. 20 ഡിഗ്രി അല്ലേ? നല്ല വെതർ. ഞാനിവിടെ കാണിക്കും കേട്ടോ ചുറ്റും. ഇതാണ് ആ വ്യൂ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉള്ള വ്യൂ ഇതാ. മുകളിൽ ആ ഹെലികോപ്റ്ററിൽ എന്തോ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും ആവാം. ഞങ്ങൾ വെങ്കലിനെ കൂടെ കുറച്ച് നടന്നു കേട്ടോ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. ചെറിയ വില്ലേജാണ്. അപ്പം ഇങ്ങനെ ക്രൗഡുള്ള പ്ലേസ് അല്ല. അപ്പം നമുക്കിങ്ങനെ കുറച്ച് പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. അവിടെ കുറേ ഹൗസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ റൂം നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ഒരു വ്യൂസൊക്കെ കണ്ടിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വെങ്കന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ലൗട്ടർ ബ്രൂണും വരുന്നവർക്ക് ഇതുപോലൊരു വെങ്കൻ ട്രെയിൻ ജേണി എടുക്കുവാണെങ്കിൽ അത് വർത്താണ്. നല്ല പ്ലേസാണ്. അങ്ങനെ അവിടെ നമ്മളൊരു 1.5 hour സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിനിയും ലൗട്ടർ ബ്രൂൺ പോവാണ്. തിരിച്ച് ട്രെയിനിൽ കയറി ഞങ്ങളിനി ലൗട്ടർ ബ്രൂണിൽ നിന്ന് നേരെ ഗിൻഡർവാൾഡാണ് കേട്ടോ പോകുന്നത്. ഇത് ഗിൻഡർവാൾഡോടുള്ള റൂട്ടാണ്. അപ്പോൾ ഞാനത് 3rd എപ്പിസോഡായിട്ടാണ് ഇടാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ 2nd ഡേയുടെ ഒരു വീഡിയോ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. സ്റ്റേ സേഫ്.